Hi friends, Assalamu alaikum. Welcome back to my channel THAHI'S Bake World. ഇന്നത്തെ നമ്മുടെ ബേക്കിംഗ് ക്ലാസ്സിൽ ഞാൻ നല്ലൊരു റെഡ് വെൽവെറ്റ് കേക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്നാണ് കാണിക്കുന്നത്. നമുക്ക് ഓവൺ ഇല്ലാതെയും ഉണ്ടാക്കാം. അപ്പോൾ ഓവൺ ഇല്ലെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു നുള്ളുപ്പ് എന്ന് പറയുമ്പോൾ 1/8 ടീസ്പൂണാണ്. 1/8 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ 1 പിഞ്ചാണ്. അപ്പോൾ 1/8 ടീസ്പൂൺ ഉപ്പ്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ കൊക്കോ പൗഡർ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഒന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു അരിപ്പയിലേക്കിട്ട് ഒരു 3 തവണ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി കിട്ടും. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനായിട്ട് ഒരു 1/4 കപ്പ് ബട്ടർ മിൽക്ക് ആവശ്യമുണ്ട്. അതിനായിട്ട് ഒരു കപ്പിലേക്ക് ഒരു 1/4 കപ്പ് മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് വിനീഗറും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് നല്ല ബട്ടർ മിൽക്ക് കിട്ടും. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്ക് തന്നെ നന്നായിട്ട് ഇതൊന്ന് കേട്ടിലായി നല്ല ബട്ടർ മിൽക്ക് കിട്ടും. ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ബട്ടർ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് കേട്ടിലായപ്പം ഇതിലേക്ക് ഇങ്ങനെ കുറച്ച് കട്ട പോലെയൊക്കെ നിൽക്കുന്നുണ്ടാവുമല്ലോ, അതൊക്കെ നമുക്ക് ഈ സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള കളറ് നമ്മൾ ഈ ബട്ടർ മിൽക്കിൽ ആഡ് ചെയ്തിട്ടാണ് ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എല്ലാം ഉടച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള റെഡ് കളർ ചേർത്ത് കൊടുക്കാം. കളറ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യാനാണെങ്കിൽ പരമാവധി കുറച്ചിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ടീസ്പൂണൊക്കെ ആദ്യം ഒന്ന് ചേർത്ത് നോക്കാം. അപ്പോൾ എന്നിട്ട് കളർ കുറവായിട്ടാണ് തോന്നുന്നതെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ജെൽ കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ക്രിസ്മസ് റെഡ് എന്നുള്ള വിൽട്ടൻ്റെ റെഡ് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിന് ആവശ്യമായിട്ടുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. അതായത് ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചാൽ ഏകദേശം ഒരു കപ്പ് പഞ്ചസാര കിട്ടും. അങ്ങനെ 1 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി മുട്ടയും പഞ്ചസാരയും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ട ആദ്യം ഒന്ന് ബീറ്റ് ചെയ്യാൻ തുടങ്ങി അതൊന്ന് ചെറുതായിട്ട് പതഞ്ഞ് വരാൻ തുടങ്ങുമ്പോൾ പഞ്ചസാര പൊടിച്ചത് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലൊരു ക്രീമി ആൻഡ് ഫ്ലഫി ടെക്സ്ചർ ആകുന്നത് വരെ നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ എഗ്ഗ് നന്നായിട്ട് പതഞ്ഞ് നല്ല ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു റിബൺ കൺസിസ്റ്റൻസി ആകുന്നത് വരെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം. ഇങ്ങനെ ബ്ലേഡ് ഇങ്ങനെ പൊക്കുമ്പോൾ താഴേക്ക് നല്ലൊരു റിബൺ കണക്ക് ഇങ്ങനെ വീഴുന്ന ആ ഒരു പരുവാകുന്നത് വരെ നമ്മൾ ഇത് ബീറ്റ് ചെയ്യണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ. ഇത് രണ്ടും കൂടി ഈ സമയത്തൊന്ന് ഇതിലേക്ക് ചേർത്ത് ജസ്റ്റ് ഒന്ന് ബീറ്ററിൽ കറക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓവർ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതൊന്ന് മിക്സ് ആകുന്നത് വരെ ഒന്ന് ലോ സ്പീഡിലിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് അരിച്ചു വെച്ചിട്ടുള്ള മൈദയൊക്കെ ഉണ്ടല്ലോ, അതും അതുപോലെ തന്നെ പിന്നെ കളർ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടർ മിൽക്കും കുറച്ചായിട്ട് ഇതിലേക്ക് ഇടവിട്ട് ചേർത്ത് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതൊന്ന് ഞാനിപ്പം ബീറ്റർ ഉപയോഗിച്ച് തന്നെയാണ് ഇവിടെ ബാറ്റർ തയ്യാറാക്കുന്നത്. അതായത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ലോ സ്പീഡിലിട്ട് വേണം ഇതൊന്ന് മിക്സാക്കി എടുക്കാനായിട്ട്. ഒരിക്കലും ഹൈ സ്പീഡിലിട്ട് മൈദ ഇതിലേക്ക് യോജിപ്പിക്കരുത്. ലോ സ്പീഡിലിട്ട് ഇതൊന്ന് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടർ മിൽക്ക് കൂടി ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. റെഡ് കളർ ആഡ് ചെയ്തിട്ടുള്ള ബട്ടർ മിൽക്ക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ബട്ടർ മിൽക്കും മൈദയും ഇടവിട്ട് അത് തീരുന്നവരെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ ലാസ്റ്റ് ചേർക്കുന്നത് എപ്പോഴും മൈദ മിക്സ് ആയിരിക്കണം, ബട്ടർ മിൽക്ക് ആയിരിക്കരുത്. ബട്ടർ മിൽക്ക് ചേർത്ത് പിന്നെ ലാസ്റ്റ് നമ്മൾ ഫിനിഷ് ആക്കുന്നത് നമ്മൾ മൈദ ചേർത്തിട്ടായിരിക്കണം.
എന്നിട്ട് ഇത് ചെറിയ സ്പീഡിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീറ്റർ യൂസ് ചെയ്ത് മിക്സ് ചെയ്യുന്നതിന് പകരം നമുക്ക് സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ സ്പാച്ചില ഉപയോഗിച്ച് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി ഇവിടെ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇനി ഒരു സ്പാച്ചില ഉപയോഗിച്ച് സൈഡിലുള്ളതൊക്കെ ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടതൊന്ന് സ്പാച്ചില ഉപയോഗിച്ച് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. സൈഡൊക്കെ ഒന്ന് ഇതിലേക്ക് ചേർക്കാനായിട്ട് സ്പാച്ചില തന്നെയാണ് ഏറ്റവും നല്ലത്. അങ്ങനെ നമ്മുടെ കേക്ക് ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് 2 ടിന്നിലായിട്ടാണ് ഇത് ബേക്ക് ചെയ്യുന്നത്. 6 ഇഞ്ചിൻ്റെ 2 ടിന്നിലാണ് ഇത് ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. 2 ഈക്വലായിട്ട് കിട്ടുന്നതിന് വേണ്ടി ഒരു കപ്പ് യൂസ് ചെയ്തിട്ടാണ് 2ലേക്കും ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്കിത് വേണമെങ്കിൽ ഒരു 7 or 8 ഇഞ്ചിൻ്റെ 7 ഇഞ്ചിൻ്റെയോ അല്ലെങ്കിൽ 8 ഇഞ്ചിൻ്റെയോ ഒരു ടിന്നിൽ ഒഴിച്ചിട്ട് നിങ്ങൾക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിതൊന്ന് ഓവണിലും ഒന്ന് സ്റ്റൗ ടോപ്പിലാണ് ബേക്ക് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ രണ്ടിലും ഈക്വലായിട്ട് ബാറ്റർ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയൊരു പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കൊരു സ്റ്റാൻഡ് ഇറക്കി വെക്കാം. എന്നിട്ട് അതിന് മുകളിൽ ഈ ടിന്ന് വെച്ച് നമുക്കിതൊന്ന് മൂടി വെച്ച് ചെറിയ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയത്ത് തന്നെ മറ്റേ ടിന്ന് ഞാൻ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊരു 165 ഡിഗ്രിയിൽ ഒരു 45 to 50 മിനിറ്റ്സ് അത് ബേക്ക് ചെയ്തെടുക്കണം. ഇത് നമുക്കൊരു 50 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് സ്റ്റൗ ടോപ്പിലതും റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഓവനിൽ വെച്ചതും ഏകദേശം ഒരു 50 മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം ഇതൊന്ന് ഡീമോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതിൻ്റെ സൈഡൊക്കെ നമുക്ക് ഇതിൻ്റെ ഡെക്കറേഷന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ സാധാരണയായിട്ട് റെഡ് വെൽവെറ്റ് കേക്കിന് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് കൊടുക്കാറ്. അതാണ് നല്ല ടേസ്റ്റ്. അപ്പം ക്രീം ചീസ് ഫ്രോസ്റ്റിങ്ങിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുകളായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഓക്കെ, താങ്ക് യു.